പ്രേതങ്ങളുണ്ടെന്നും ഒരുപാടധികം പാരനോർമൽ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടെന്നും പറയപ്പെടുന്ന ഒരു വീട്ടിൽ നമ്മളിന്ന് സ്റ്റേ ചെയ്യാനായിട്ട് പോവുകയാണ്. ഈ ഒരു വീടിനെ പറ്റി ഞാൻ മുന്നേ പറഞ്ഞതാണ്. ഇവിടുത്തെ പാരനോർമൽ ആക്ടിവിറ്റീസ് കാരണം ഈ ഒരു വീട് ഇവിടെ ഉപേക്ഷിച്ച് പോയതാണ്. രാത്രി സമയങ്ങളിലൊന്നും ഈ പരിസരത്ത് കൂടെ ആരും അങ്ങനെ നടക്കാറില്ല. ഇന്നത്തെ ഒരു ദിവസം നമ്മൾ ഈ ഒരു വീട്ടിൽ സ്റ്റേ ചെയ്യാനായിട്ട് പോവുകയാണ്. ഇവിടെ ശരിക്കും പ്രേതം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത്ര റിസ്ക് എടുക്കുന്ന ദിവസം നമുക്കിവിടെ സ്റ്റേ ചെയ്ത് നോക്കാം. ഇപ്പോൾ സമയം ഏകദേശം 6 മണിയാവാനായിട്ടുണ്ട്. നമുക്ക് രാത്രിയാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇങ്ങനൊരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ് ഞാൻ അനുഭവിക്കാൻ പോകുന്നത്. എന്താവും എന്നറിയില്ല. ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട്, ഏകദേശം 9 മണിയായിട്ടുണ്ട്. ഇതുവരെ നമുക്ക് പാരനോർമൽ ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ പ്രേതോ അങ്ങനെ ഒരു തരത്തിലുള്ള കാര്യങ്ങളും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സാധാരണ എല്ലാവരും പറയുന്നത് 12 മണിക്ക് ശേഷമാണ് പ്രേതം വരും എന്നുള്ളതാണ്. അപ്പോൾ 12 മണിയാവാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക. നമുക്ക് ഇവിടുന്ന് ചെറിയൊരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യാനായിട്ട് പറ്റി. പക്ഷേ ഇപ്പോൾ സമയം 5:22 ആയിട്ട് നമുക്ക് 3 മണിയോട് അടുപ്പിച്ചാണ് ആ ഒരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യാനായിട്ട് പറ്റിയത്. അത് സംഭവം വേറൊന്നുമല്ല, ഈ വീടിൻ്റെ ബാക്ക് സൈഡിൽ ഒരു മരമുണ്ട്. ആ മരത്തിൻ്റെ അവിടുന്ന് ചെറിയൊരു സൗണ്ട് കേട്ടതായിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്യാപ്ചർ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയ സമയത്ത് ഒരു ഷാഡോ പോലൊരു സാധനം അവിടെ നിൽക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ അത് ലോ ലൈറ്റ് ഇല്യൂഷൻ ആണോ അതോ ശരിക്കും അങ്ങനെ ഒരു സാധനം അവിടെ ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ കുറച്ചുകൂടെ അടുത്ത് പോയി നോക്കിയ സമയത്ത് അവിടെ ഒന്നും എനിക്ക് കാണാനായിട്ട് പറ്റിയില്ല. മേ ബി അത് ലോ ലൈറ്റ് ഇല്യൂഷൻ ആവാനാണ് ചാൻസ്. ഇതല്ലാതെ ഇവിടുന്ന് നമുക്ക് പാരനോർമൽ ആക്ടിവിറ്റി എന്ന് പറയാനായിട്ട് വലുതായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഇതുപോലത്തെ ഹോണ്ടഡ് പ്ലേസസിൽ സ്റ്റേ ചെയ്യുന്ന വീഡിയോസ് ഇനിയും നമ്മൾ ചെയ്യുന്നതായിരിക്കും, കുറേ കമൻറ്റ് വരുവാണെങ്കിൽ.